കാസർഗോഡ് പടനയിൽ സന്ദീപ് വാര്യയുടെ വിജയാഘോഷത്തിനിടെ സംഘർഷമുണ്ടായതിൽ 180 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100 UDF പ്രവർത്തകർക്കും 80 LDF പ്രവർത്തകർക്കുമെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. CPIM പടന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. രതീഷ് വാസുദേവൻ ചേരുന്ന വിവരങ്ങളുമായി. രതീഷ്, വലിയ സംഘർഷമാണല്ലോ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ പേരിൽ ഇപ്പോൾ 180 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? ശബരി, തീർച്ചയായും ഇന്നലെ രാത്രി 8:30-ക്കാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത്. ഈ സന്ദീപ് വാര്യരുടെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് റോഡ് ഷോ ആ വഴി കടന്നുപോയപ്പോൾ പടന്നയിലെത്തിയപ്പോൾ റോഡ് തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കമുണ്ടായി. തുടർന്നാണ് ഇരുപക്ഷവും കല്ലേറ് ആരംഭിച്ചത്. തുടർന്ന് CPM-ൻ്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസായി കല്ലെറിയുകയുണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ തന്നെ പ്രാദേശിക ഓഫീസുകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസ് എത്തി ലാത്തിചാർജ് നടത്തിയാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. ഇന്നലെ മുതൽ വലിയ പോലീസ് സാന്നിധ്യം പ്രദേശത്തുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ ലീഗ് പ്രവർത്തകർ UDF പ്രവർത്തകരൊക്കെ കല്ലെറിയുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇത് മനഃപൂർവ്വമുള്ള പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് UDF-ൻ്റെ ഭാഗത്തു നിന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കും എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് 10-ലധികം ആളുകൾക്ക് ഇത് സംബന്ധിച്ച് പരിക്കേറ്റിട്ടുണ്ട്. 7ഓളം LDF പ്രവർത്തകർക്കും മറ്റ് UDF പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റ UDF പ്രവർത്തകൻ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും പോലീസിൻ്റെ വലിയ സാന്നിധ്യം പ്രദേശത്തുണ്ട്. നിലവിൽ ഇപ്പോൾ സംഘർഷ സാധ്യതയില്ല. ഈ വിജയാഘോഷത്തിലുണ്ടായ പ്രകോപനപരമായ ഇടപെടലാണ് ഇത്തരം സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും CPM-ഉം വരും ദിവസങ്ങളിൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാവും. പ്രകോപനം ഉണ്ടായാൽ നോക്കിയിരിക്കില്ല എന്ന നിലപാടാണ് ഈ ഘട്ടത്തിൽ എടുക്കുന്നത്. ശ്യാമിലി. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.